ഓക്കെ, ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കമ്പ്യൂട്ടേഴ്സ് ഫോർ സൊസൈറ്റി ആണ് അല്ലേ. കമ്പ്യൂട്ടർ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സൊസൈറ്റിയിൽ അല്ലേ. ഇത് തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബിസിനസ്സാണ്, മാർക്കറ്റിങ്ങിലൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പാർട്ടിലൊക്കെ മിസ്സിന് ക്ലാസ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുവരെ നമ്മൾ കമ്പ്യൂട്ടർ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഉപകാരപ്രദമാകുന്നത്, അത് നേരത്തെ നമ്മൾ ഒരു വെബ്സൈറ്റ് പ്രൊഫഷണലി വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അവർ മാർക്കറ്റിങ്ങിലേക്ക് ഇറക്കിയിട്ട് എന്ത് ചെയ്യുന്നു, അഡ്വർടൈസിങ്ങിലൂടെയും അവർ വീഡിയോ കോൺഫറൻസിലൂടെയും പല തരത്തിൽ എന്ത് ചെയ്യുന്നു, അവർ അവരുടെ മാർക്കറ്റിംഗ് ഗ്രോത്ത് ചെയ്യാനാണ് നോക്കുന്നത് അല്ലേ. അപ്പോൾ കമ്പ്യൂട്ടറിലൂടെ തന്നെയാണ് എല്ലാ പ്രോഗ്രാമിങ്ങും ഓപ്പറേഷൻസും കോൺഫറൻസ് വഴിയിട്ട് അവർ ആളുകളായിട്ട് കാണുന്നതും. അതായത് ഇപ്പോൾ എന്താ പറയുക, എബ്രോഡാണെന്ന ആളുകൾ, നാട്ടിലുള്ള ആളുകൾ വീഡിയോ കോൺഫറൻസിലൂടെയാണ് സംസാരിക്കുന്നതും കാണുന്നതും ഇടപഴകുന്നതെല്ലാം. ഓക്കെ, അപ്പോൾ ദെൻ നമ്മൾ ഇന്ന് കമ്പ്യൂട്ടർ ഫോർ സൊസൈറ്റി, അത് അഗ്രികൾച്ചറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, അഡ്മിനിസ്ട്രേഷൻ, ബിസിനസ്. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞ ഓരോ പാർട്ടിലും ഇത് തന്നെയാണ് അല്ലേ. അതായത് അഡ്മിനിസ്ട്രേഷൻ ലെവൽ മീൻസ് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഭരണപരമായ കാര്യങ്ങളിൽ, ദെൻ ബിസിനസ്സിൽ, ദെൻ ഫിനാൻഷ്യൽ റെക്കോർഡ് കീപ്പിങ്ങിൽ, നെക്സ്റ്റ് ബഡ്ജറ്റ് നോക്കാൻ, എത്രത്തോളം സ്റ്റോറേജ് ഉണ്ട് നോക്കാൻ, എഫിഷ്യൻസി എത്രത്തോളം കാര്യങ്ങൾ എത്രത്തോളം എഫിഷ്യൻസിയാണ് ഇതിൽ നോക്കാൻ, ബിസിനസ് കമ്മ്യൂണിക്കേഷൻ, then partnership and relationship, managing customer and partnership and relationship. ഇതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ കമ്പ്യൂട്ടർ ഇൻ സൊസൈറ്റി എന്നുള്ള ഭാഗത്തിൽ സൊസൈറ്റി സമൂഹത്തിൽ കമ്പ്യൂട്ടർ എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണെന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ദെൻ കമ്പ്യൂട്ടർ റോൾ ഇൻ ഓൺലൈൻ ഇൻ ഫിനാൻസ് ഒക്കെ നമ്മൾ ഓൺലൈൻ ബാങ്കിങ് നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞതാണ്. ഇൻ അഗ്രികൾച്ചർ മിസ് വായിച്ചരാ. ഇൻ അഗ്രികൾച്ചറിൽ എങ്ങനെയാണ് നമ്മൾ കമ്പ്യൂട്ടേഴ്സ് ഓഫ് സൊസൈറ്റിയിൽ അഗ്രികൾച്ചർ എന്ന് പറയുന്ന ആ ഒരു ഇതിൽ നമ്മൾ കൊടുക്കുന്നത്. കമ്പ്യൂട്ടേഴ്സ് ക്യാൻ കൺസിഡറബിളി ചേഞ്ച് ഇൻ ദ വേ ടാസ്ക് ആൻഡ് ബിസിനസ് ഇസ് ക്യാരിഡ് ഔട്ട് ഓഫ് ഓൾ ഓഫ് ദ വേൾഡ്. നമുക്കറിയാം കമ്പ്യൂട്ടർ ഓൾ ഓവർ ദ വേൾഡ് മൊത്തത്തിൽ സ്പ്രെഡ് ചെയ്ത് എല്ലാം കൂടെ നമുക്ക് ഉപകാരപ്രദമായ ഹെൽപ്പിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇതിൽ നോക്കാം, നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. കമ്പ്യൂട്ടർ ഹാസ് എൻ ഇൻറ്റഗ്രൽ റോൾ ഓഫ് പ്ലേ ഇൻ അവർ ഡെയിലി ലൈഫ്. നമ്മുടെ ഡെയിലി ലൈഫിൽ കമ്പ്യൂട്ടർ ഒരു വെരി ഇമ്പോർട്ടൻറ്റ് പ്ലേ ആണ് ചെയ്യുന്നത്. അത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ട്രെഡിയസ് ഫങ്ഷൻ ക്യാൻ ബി പെർഫോം ഓട്ടോമാറ്റിക്കലി ആൻഡ് മോർ ഹാസ് ബീൻ സ്പെൻഡ് ഡ്യൂറിങ് ദ ജോബ് മാനുവലി അല്ലേ. നമ്മുടെ എല്ലാ ജോബിലും, നമ്മൾ തിരഞ്ഞെടുക്കുന്ന എല്ലാ ജോബിലും ഒരു കമ്പ്യൂട്ടറിൻ്റെ ചെറിയൊരു ഘടകമില്ലാതെ ഏത് ജോബാണെങ്കിലും മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. കമ്പ്യൂട്ടേഴ്സ് വിത്ത് ദർ യൂസേജ് ആർ നൗ ത്രൂ ദ മോഡേൺ സൊസൈറ്റി ദേ ആർ റാപ്പിഡ്ലി ബീങ് യൂസ്ഡ് ദ സ്റ്റേഷൻസ്, ബാങ്ക്, മെഡിക്കൽ, അഗ്രികൾച്ചർ, ടിക്കറ്റ് ബുക്കിംഗ്, പേയ്മെൻറ്റ് ഓഫ് ബിൽ ആൻഡ് ഇൻഷുറൻസ് ആൻഡ് ഷോപ്പിംഗ് എക്സെട്ര. ഓക്കെ, എന്തിലേക്കാണ് ഉപയോഗിക്കുന്നത്, ഏതൊക്കെ ഭാഗത്തേക്കാണ്? റെസ്റ്റോറൻറ്റിൽ, എയർപോർട്ടിൽ, ബൈ സൊസൈറ്റി. സൊസൈറ്റി എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഉൾപ്പെടും? മൊത്തത്തിലുള്ള
ജനങ്ങളാണ് സൊസൈറ്റിയിലേക്ക് അഗ്രികൾച്ചർ, ഹെൽത്ത്, അഡ്മിനിസ്ട്രേഷൻ, ബിസിനസ് കൂടാതെ നമ്മൾ എന്തൊക്കെയാണ് ഇത് പറയാം പോയിന്റ്സ്: എയർപോർട്ട്, റെസ്റ്റോറൻറ്റ്, റെയിൽവേ സ്റ്റേഷൻ ആൻഡ് ബാങ്ക് ആൻഡ് മെഡിക്കൽ ആൻഡ് അഗ്രികൾച്ചർ, ടിക്കറ്റ് ബുക്കിംഗ് ആൻഡ് പേയ്മെന്റ് ഓഫ് bill and insurance or shopping, etc. Some of the applications of computers various section in and explain in below. In agriculture, computers can considerably change the way tasks and business are carried out all of the world. They are helpful to finding out of best possible kind of soil, plants and checking out. അതാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ബെസ്റ്റ് കൈൻഡ് ഓഫ് സോയിൽ, നല്ല മണ്ണ് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനും പ്ലാന്റ്സ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാനും ചെക്കിംഗ് ഔട്ട് ഓഫ് വിച്ച് മാച്ച് ഓഫ് ദീസ് വുഡ് റിസൾട്ട് ഇൻ ദ പെർഫെക്റ്റ് ക്രോപ്സ്. ഓരോ ധാന്യത്തിനും മാച്ചായ മണ്ണ് ഏതാണെന്നല്ലേ, ഓരോ ക്രോപ്സ് മീൻസ് ഓരോ ധാന്യങ്ങൾ ഉണ്ടാവണമെങ്കിൽ മണ്ണ് വേണം, അതൊക്കെ എവിടെ എങ്ങനെയാണെന്നൊക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ കറക്റ്റ് അത് ഡിവൈഡ് ചെയ്യാനെല്ലാം സാധിക്കുന്നു. ദ ഹെൽത്ത് സെക്ടേഴ്സ്, ഹെൽത്തിൽ എങ്ങനെയാണ് കമ്പ്യൂട്ടേഴ്സ് വെരി കേപ്പബിൾ ബ്രിങ്ങിങ് അലോങ് ദ മെഡിക്കൽ റവല്യൂഷൻ അല്ലേ. മെഡിക്കൽ റവല്യൂഷനാണ് വിപ്ലവം. മെഡിക്കൽ അതായത് നമ്മുടെ ആരോഗ്യപരമായ ആരോഗ്യ രംഗത്ത് വിപ്ലവം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, വിപ്ലവം തന്നെ സൃഷ്ടിച്ച ഒരു മേഖലയാണ് കമ്പ്യൂട്ടർ മേഖല. Computer also useful to observing the pattern of traffic, which is grand benefit to all, helps to people, saving the hassle getting stuck to hours and road blocks and traffic. റോഡ് ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ ട്രാഫിക്സിലും അത് അവിടെ എന്ത് ചെയ്യും, അവരെന്ത് ചെയ്യുന്നു, ഇയർഫോണിലെ ഇന്ന ഭാഗത്തേക്ക് ഇന്ന ബ്ലോക്കാണ്, അവിടെ ഇന്ന ബ്ലോക്കാണ്, ചിലപ്പോൾ മിനിസ്റ്റർ വരുമ്പോൾ അവിടെ അങ്ങനെ ചെയ്യണം ഇവിടെ അങ്ങനെ ചെയ്യണം എന്നൊക്കെ എന്ത് സെല്ലുലാർ ഫോൺ വഴി അവർ നിർദ്ദേശം കൊടുക്കുന്നതും ഒരു ഹെൽപ്പിംഗ് മേഖലയാണ്. റോൾ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ബിസിനസ്, ട്രേഡ് ആൻഡ് കോമേഴ്സ് അല്ലേ, അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് ഇൻവെൻട്രി മാനേജ്മെൻറ്റിലും. നെക്സ്റ്റ് ഈസിയർ ഫിനാൻഷ്യൽ റെക്കോർഡ് കീപ്പിംഗ്. എങ്ങനെ റെക്കോർഡ് കീപ്പിംഗ്, ഫിനാൻഷ്യൽ റെക്കോർഡ് കീപ്പിംഗ് ഹാസ് ബിക്കം ഈസിയർ ടു മോർ convenient than the traditional methods to with the help of computer enabled technologies അല്ലേ. ഈ നമ്മൾ ടെക്നോളജി വളർന്ന ഈ ഒരു കാലഘട്ടത്തിൽ റെക്കോർഡ് കീപ്പ് ചെയ്യാൻ, ഫിനാൻഷ്യൽ റെക്കോർഡ് കീപ്പ് ചെയ്യാൻ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു, കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു. ഈസിയർ ഫിനാൻഷ്യൽ റെക്കോർഡ് കീപ്പിംഗ്. ദെൻ ബഡ്ജറ്റിംഗ് ആൻഡ് ഫോർകാസ്റ്റിംഗ്, ബഡ്ജറ്റിംഗ് ഉപയോഗിക്കുന്നു. ദെൻ സ്റ്റോറേജിന് അല്ലേ, അതായത് കമ്പ്യൂട്ടർ ക്യാൻ ഓൾസോ യൂസ് ടു സ്റ്റോറേജ് ഹ്യൂജ് ഫിനാൻഷ്യൽ ഡാറ്റ. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ ഒരു കാര്യം നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം, നമ്മുടെ ഫിനാൻഷ്യൽ ഡാറ്റ എന്ത് ചെയ്യാൻ, സേവ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനൊക്കെ എന്ത് ഉപയോഗിക്കുന്നു, കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു. Computer can also use storage, use of financial data for business using internet, which earlier needed to store in the huge cabinet. And computerized storage saves space and provide to more data security. അല്ലേ, നമ്മൾ ഡാറ്റ സെക്യൂരിറ്റി കൂടുതൽ ഡാറ്റ കവർ ചെയ്യുന്നതനുസരിച്ചുള്ള ഡാറ്റ കവറേജിങ് കപ്പാസിറ്റി ഉള്ള ഒരു കമ്പ്യൂട്ടറൊക്കെ ഇവർ ഉപയോഗിക്കുന്നു. ഡാറ്റ ക്യാൻ സ്റ്റോർഡ് ആൻഡ് ഈസി ആക്സസ് ഫ്രം മൾട്ടിപ്പിൾ കമ്പ്യൂട്ടർ സ്റ്റോർഡ് ലോക്കലി ഇൻഡിവിജ്വൽ യൂസ്. അതായത് ഇൻഡിവിജ്വൽ യൂസിന് വേണ്ടി മറ്റ് കമ്പ്യൂട്ടർ ഇൻഡിവിജ്വൽ യൂസിന് വേറെ മാറ്റി വെക്കുന്നു. അല്ലാതെ ഫിനാൻഷ്യലി ഇവരെ എന്ത് സ്റ്റോർ ചെയ്യാൻ റെക്കോർഡ്, ഫിനാൻഷ്യലി റെക്കോർഡ് ഫയൽസ് കീപ്പ് ചെയ്യാൻ വേറെയും ഉപയോഗിക്കുന്നു. ദെൻ സ്ട്രീമിംഗ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ദെൻ മാനേജിങ് ആസ് എ പാർട്ട്ണർ റിലേഷൻഷിപ്പ്, എന്താണ് ഇവിടെ നമ്മൾ പറഞ്ഞു അല്ലേ, പാർട്ട്ണർ റിലേഷൻഷിപ്പ്. കമ്പ്യൂട്ടർ ഹാവ് മെയ്ഡ് ഇറ്റ് പോസിബിൾ ടു ബിസിനസ് ടു വർക്ക് എ ഡിഫറെൻറ്റ് ജോഗ്രഫിക് ലൊക്കേഷൻ ഹെൽപ്പ് ഓഫ് ദ ടെക്നോളജി. മെനി ബിസിനസ് ഹാവ് പാർട്ട്നേഴ്സ് സപ്ലൈ ടു മാനുഫാക്ചർ അതർ പാർട്ട് ഓഫ് വേൾഡ്. ഓരോ വേൾഡിലും എന്താണ്, ഓരോ വേൾഡിൻ്റെ പല ഭാഗത്തുള്ള ബിസിനസ്സിലും ടു പാർട്ട്നേഴ്സ് മാനുഫാക്ചേഴ്സ് ഇൻ അതർ പാർട്ട് ഓഫ് വേൾഡ്. ഈറ്റ് കസ്റ്റമേഴ്സ് ഓർ പാർട്ട്നേഴ്സ് ആർ ക്വയർ ദ ബിസിനസ് അല്ലേ. അതായത് ബിസിനസ്സും കസ്റ്റമേഴ്സും പാർട്ട്നേഴ്സും ഒക്കെ പലവിധ മേഖലയിൽ, അപ്പോൾ ഇവരെല്ലാം കൂട്ടിച്ചേർക്കാനും ഒരുമിച്ച് സംസാരിക്കാനും ഒക്കെ ഫോണും കമ്പ്യൂട്ടറും നിർബന്ധമാണ്. അതായത് ഒരു കോർഡിനേഷൻ കിട്ടണമല്ലോ, അതായത് ഓരോരുത്തരും ഓരോ ഭാഗത്താവുമല്ലോ, അപ്പോൾ അതിനൊക്കെ കോർഡിനേറ്റ് ചെയ്തൊരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യും കമ്പ്യൂട്ടർ റോൾ ഇൻ ഓൺലൈൻ ബിസിനസ്. ഓൺലൈൻ ബിസിനസ് നമുക്കറിയാം, ഓൺലൈനിൽ പിന്നെ നെറ്റ്വർക്കിംഗ് നിർബന്ധമാണ്. നെറ്റ്വർക്കിംഗ് മേഖലയിലൂടെയാണ് ഓൺലൈൻ പല ബിസിനസ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ലാർജ് നമ്പർ ഓഫ് ബിസിനസ് ഷിഫ്റ്റിംഗ് ദ ഓൺലൈൻ പ്ലാറ്റ്ഫോം. ഇപ്പോൾ അധിക ബിസിനസ് എന്തായി, ഓൺലൈനായില്ലേ. ബിസിനസ് ഗൂഗിൾ മീറ്റ് കോൺഫറൻസിൽ ഗൂഗിൾ കോൺഫറൻസും കോൺഫറൻസ് കോൾ വഴിയൊക്കെയാണ് ഓരോ ഓൺലൈൻ മീറ്റിങ്ങും ഉണ്ടാകുന്നത്, ഓൺലൈൻ ബിസിനസ് മുന്നോട്ട് പോകുന്നത് അല്ലേ. ബിസിനസ് മേക്ക് ഓൺലൈൻ പ്രസന്റ് ടു റീച്ച് എ ഗ്ലോബൽ ഓഡിയൻസ് ടു ഇൻക്രീസ് ദെയർ മാർക്കറ്റ് ഷെയർ ആൻഡ് അതർ യൂട്ടിലൈസ് വേ ഓഫ് ദെയർ കോസ്റ്റ്. ബിസിനസ് ലാർജ്ലി ഡിപ്പെൻഡ് ഓൺ ദ കമ്പ്യൂട്ടേഴ്സ് അല്ലേ. ബിസിനസ് സെക്ടർ ലാർജ്ലി ഡിപ്പെൻഡഡ് ഇൻ ദ കമ്പ്യൂട്ടേഴ്സ്. എന്താ ബിസിനസ് സെക്ടർ എന്താണ്, നമ്മുടെ
ബിസിനസ് സെക്ടർ ലാർജ്ലി ഡിപ്പെൻഡഡ് ഇൻ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് യൂസ് ദം ദ പാർട്ട് ഓഫ് മാനേജ്മെൻറ്റ്. അത് മാനേജ് ചെയ്യാനും അല്ലേ, നമ്മൾ ബിസിനസ് മാനേജ്മെൻറ്റ് നമ്മൾ പേപ്പറിന് നമുക്ക് പഠിക്കാനുണ്ട്. ബിസിനസ് മാനേജ്മെൻറ്റിൽ ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ മാനേജ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ എന്ന ഘടകം തന്നെയാണ് അല്ലേ. ദെൻ ഇലക്ട്രോണിക് മാൾസ്, ബൈയിങ് സ്റ്റോക്സ് ആൻഡ് ഫൈൻഡിങ് ജോബ് ആൻഡ് കണ്ടക്ടിങ് ആക്ഷൻ ആൻഡ് കൊളാബറേറ്റിംഗ് ഇലക്ട്രോണിക്കലി വിത്ത് ബിസിനസ് പാർട്ട്നേഴ്സ് അറൗണ്ട് ദ ഗ്ലോബ്, മാർക്കറ്റിംഗ് ആൻഡ് അഡ്വർടൈസിംഗ് ആൻഡ് പ്രൊവൈഡ് കസ്റ്റമർ സർവീസ് അല്ലേ. ഓക്കെ, എത്ര അതിൽ ഫുൾ പോയിന്റ് ആണ് മിസ് വായിച്ചത്. അതായത് ദേ ആർ മെനി ആപ്ലിക്കേഷൻ ഓഫ് ഇ കോമേഴ്സ് സച്ച് എസ് ബാങ്കിങ്, ഷോപ്പിംഗ്, ഇലക്ട്രോണിക് മാൾസ് ആൻഡ് ബൈയിങ് സ്റ്റോക്സ്, ഫൈൻഡ് കണ്ടക്ടിംഗ് ആക്ഷൻ ആൻഡ് കൊളാബറേറ്റിംഗ് ഇലക്ട്രോണിക്കലി വിത്ത് ബിസിനസ് പാർട്ട്നേഴ്സ് അറൗണ്ട് ദ ഗ്ലോബ്, മാർക്കറ്റിംഗ് ആൻഡ് അഡ്വർടൈസിംഗ് പ്രൊവൈഡിങ് കസ്റ്റമർ സർവീസ് അല്ലേ. കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യാനും, അതായത് കസ്റ്റമർ സർവീസ് നിർബന്ധമാണ്. കാര്യങ്ങൾ അറിയാനും ചോദിക്കാനും എൻക്വയറിക്കൊക്കെ എന്ത് കസ്റ്റമർ സർവീസ് നിർബന്ധമാണ്. അപ്പോൾ ആ ഒരു മേഖല ബേസിക്കലി ആ ഒരു മേഖല മുതൽ മൊത്തത്തിൽ ഓവർ കാസ്റ്റ് ചെയ്തെല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. പിന്നെ കമ്പ്യൂട്ടർ റോൾ ഇൻ ഓൺലൈൻ ബാങ്കിങ്, ഫിനാൻസ് നമ്മൾ പഠിച്ചു. ദെൻ ഓൺലൈൻ ബാങ്കിങ് അതിൽ എക്സാമ്പിളാണ് പ്ലാസ്റ്റിക് മണി. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെട്രോപൊളിറ്റൻ ഏരിയ ഓഫ് ന്യൂയോർക്ക്, മാൻ ആൻഡ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് വാൻ. അതൊക്കെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതിൽ അഡ്വാൻറ്റേജ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. ഓക്കെ, സിസ്റ്റം സോഫ്റ്റ്വെയർ, ടൈപ്സ് ഓഫ് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഭാഗം. അതിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, 3 ബേസിക് പർപ്പസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അത് ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർ സിസ്റ്റത്തിൽ 3 ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട 3 സിസ്റ്റം, ദാറ്റ് ഈസ് ദ വൺ ഈസ് ഇറ്റ് വർക്ക് ആൻഡ് ബിറ്റ്വീൻ യൂസർ ആൻഡ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ മേക്കിംഗ് ഈസിയർ ടു കോഡ്, ക്രിയേറ്റ് ആൻഡ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഓഫ് ദ സിസ്റ്റം. അതൊരു ആപ്ലിക്കേഷൻ പ്രോഗ്രാം സിസ്റ്റമാണ്. സെക്കൻഡ്ലി ദ മാനേജ് ദ കമ്പ്യൂട്ടേഴ്സ് റിസോഴ്സസ് വിച്ച് ഇൻക്ലൂഡ് മെമ്മറി, CPU, നമുക്കറിയാം മെമ്മറി, CPU ആൻഡ് ഡിസ്ക് ഡ്രൈവ്സ് ആൻഡ് പ്രിൻറ്റേഴ്സ് ഓഫ് അതർ ഹാർഡ്വെയർ എക്സെട്ര. രണ്ടാമത്തതിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ രണ്ടാമത്തതിൽ CPU ആണ്. തേർഡ് ഈസ് ദ ഇൻക്രീസ് ദ എഫിഷ്യൻസി ഓഫ് സിസ്റ്റം ഓഫ് റിസോഴ്സസ് ഓഫ് കൺട്രോൾ ദ അലോക്കേഷൻ റിസോഴ്സ് എമംഗ് ദ ഡിഫറെൻറ്റ് ടാസ്ക് ആൻഡ് യൂസേഴ്സ്. ഓക്കെ, ദെൻ സം ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് ഓപ്പറേറ്റിംഗ്, ഇതൊരു നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. എന്ത് സം ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, some important functions of important functions of operating system. Okay, important functions of operating system നമുക്ക് അതിൽ ഫസ്റ്റ് ഈസ് user interface. First is user interface. Second is വായിച്ചുതരാം. സെക്കൻഡ് പ്രോസസ് മാനേജ്മെൻറ്റ്, തേർഡ് ഈസ് ഫയൽ മാനേജ്മെൻറ്റ്, ഫോർത്ത് ഈസ് ടാസ്ക് മാനേജ്മെൻറ്റ്, മെമ്മറി മാനേജ്മെൻറ്റ് ആൻഡ് യൂട്ടിലിറ്റി സെറ്റ് ഫങ്ഷൻസ്. ഓക്കെ, ഫസ്റ്റ് ഈസ് യൂസർ ഇൻ്റർഫേസ്, തേർഡ് ഈസ് പ്രോസസ് മാനേജ്മെൻറ്റ് ആൻഡ് ഫയൽ മാനേജ്മെൻറ്റ്, ടാസ്ക് മാനേജ്മെൻറ്റ്, മെമ്മറി മാനേജ്മെൻറ്റ് ആൻഡ് യൂട്ടിലിറ്റീസ് ആൻഡ് ഫങ്ഷൻ. ഇത്രയാണ് എന്ത് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അത് എക്സാമിന് ചോദിക്കാനുള്ള ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. ഏതാണ് പറയുന്നത്? നമ്മൾ പറയുന്നത് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓപ്പറേറ്റിംഗ് പ്രധാനപ്പെട്ട എത്ര ഉണ്ട്? 6. There are 6 operating systems. The first is user interface, the second is process management, third is file management, fourth is task management and fifth is memory management and utility of function. ഇതിൽ മിസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് യൂസർ ഇൻ്റർഫേസും, then task management, third is memory management, then fourth is utilities and functions. Okay, അങ്ങനെ then fifth is ഫയൽ മാനേജ്മെൻറ്റ്, പ്രോസസ് മാനേജ്മെൻറ്റ്. ആകെ 6 തരം ഓപ്പറേറ്റീവ് സിസ്റ്റമാണ് ഇതിലുള്ളത്. ഓക്കെ, അത് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ എസ്സേൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത് കമ്പ്യൂട്ടേഴ്സ് ഫോർ സൊസൈറ്റി. അത് ഇഷ്ടം പോലെ എഴുതാനുള്ള പോയിന്റ്സ് ആണ്. അഗ്രികൾച്ചർ ഉപയോഗിക്കുന്നു, ഹെൽത്തിൽ ഉപയോഗിക്കുന്നു, അഡ്മിനിസ്ട്രേഷൻ, ബിസിനസ് ആൻഡ് ദെൻ ബിസിനസ് കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കുന്നു, ദെൻ പിന്നെ ഫോർകാസ്റ്റ് അല്ലെ ബഡ്ജറ്റ്, അതായത് ഫിനാൻഷ്യൽ റെക്കോർഡ് കീപ്പിംഗ്. അത് നിങ്ങൾ മറന്നു പോകാതെ എഴുതണം. ഫിനാൻഷ്യൽ റെക്കോർഡ് കീപ്പ് ചെയ്യാനെല്ലാം നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? ഈ ബിസിനസ് കമ്മ്യൂണിക്കേഷനിലാണ് ഫിനാൻഷ്യൽ റെക്കോർഡ് കീപ്പിംഗ് വരുന്നത്. ഓരോന്നും സബ്ബായിട്ടും പിന്നെ മെയിൻ പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ട് നിങ്ങൾ താഴെ കറക്റ്റായിട്ട് ചെയ്യാൻ ഈ ഒരു എസ്സേ നിങ്ങൾക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും.